മോട്ടോർസൈക്കിൾസ് പേഴ്സണാലിറ്റീസിൻ്റെ റിഫ്ലക്ഷനാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പുതിയ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. മീറ്റ് ദ ഗോവൻ ക്ലാസിക് 350. വെൽക്കം ടു ടർബോ ഡ്രൈവ്. കാണുമ്പോൾ നോർമൽ ക്ലാസിക് 350യുമായിട്ട് യാതൊരുവിധ വ്യത്യാസവുമില്ല. കാണുമ്പോൾ മാത്രമല്ല, എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിലും സെയിം ക്ലാസിക് 350യിൽ കിട്ടുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, ഇതിൻ്റേതായിട്ടുള്ള ഒരു ചാമുണ്ട്, ഇതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട് ഈ ഒരു വാഹനത്തിന്. ഇതൊരു ബോബർ റെട്രോ ഹൈവേ ക്രൂസിംഗ് സ്റ്റൈലായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ ആ ഒരു റൈഡിംഗ് കംഫർട്ടും റൈഡിംഗ് എക്സ്പീരിയൻസുമാണ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. അതായത് എല്ലാ മനുഷ്യർക്കും ഒരു ക്യാരക്ടറും ഒരു പേഴ്സണാലിറ്റിയും ഉള്ളപോലെ ഈ ഒരു വാഹനത്തിനും ഇതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറും ഒരു ചാമും ഉണ്ട്. വളരെ ഉയർന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഹാൻഡിൽ പൊസിഷനാണ് ഈ ഒരു ഗോവൻ ക്ലാസിക്കിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത ആ ഒരു ബോബർ സ്റ്റൈൽ കൈൻഡ് ഓഫ് മോട്ടോർ സൈക്കിൾസിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നോർമൽ ക്ലാസിക് 350യിൽ നമുക്ക് ലഭിക്കാത്ത ഒരു കൈൻഡ് ഓഫ് റൈഡിംഗ് എക്സ്പീരിയൻസും ഒരു ഹാൻഡിൽ ബാർ പൊസിഷനും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത് ഓഫർ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ക്ലാസിക്കിൽ നിന്നും ഈ ഒരു ഗോവൻ ക്ലാസിക്കിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് വളരെയധികം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു എർഗണോമിക്സും റൈഡിംഗ് ആ ഒരു എക്സ്പീരിയൻസും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഹാൻഡിൽ ബാറും മാത്രമല്ല, മുമ്പോട്ട് കയറിയിരിക്കുന്ന ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹൈവേ ക്രൂസിങ്ങിനും ലോങ് ക്രൂസിങ്ങിനും ഈ ഒരു വാഹനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു 350cc ജെ സീരീസിൽ പെടുന്ന എഞ്ചിനാണ്. 29 Nm ഓഫ് ടോർക്കും 20 HP പവറും പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ എഞ്ചിനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ട്യൂണിങ്ങിൻ്റെ വ്യത്യാസവും എക്സോസ്റ്റ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സൗണ്ട് ട്യൂണിങ്ങിൻ്റെ വ്യത്യാസവും ഈ ഒരു വാഹനത്തിന് ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ നൽകുന്നുണ്ട്. ഇനി മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ നോർമൽ ക്ലാസിക്കിൽ ലഭിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് മീറ്റർ കൺസോളാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ്റെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ 10x10 നാവിഗേഷനും കോൾ അലേർട്സും ഈ ഒരു വാഹനത്തിൽ അറിയാനായിട്ട് സാധിക്കും. ഇനി ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന പോലുള്ള സ്വിച്ച് ആൻഡ് ഗിയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ എലമെൻറ്റ് നോക്കുകയാണെങ്കിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഗോവൻ ക്ലാസിക്കിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. കൂടാതെ ആ ഒരു വീലിൻ്റെ റിമ്മിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ പാറ്റേൺ ഈ ഒരു വാഹനത്തിന് ഒരു എക്സ്ട്രാ ഒരു ചാമും ബ്യൂട്ടിയും നൽകുന്നുണ്ട്. കൂടാതെ ഈ ഒരു വാഹനം കൊണ്ട് നമ്മൾ സിറ്റിയിൽ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ടാങ്കിലേക്ക് വരികയാണെങ്കിൽ ടാങ്കിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ കളർ ടോണാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 കളർ ഓപ്ഷനിലാണ് ഗോവൻ ക്ലാസിക് വരുന്നത്. ആ 3 കളർ ഓപ്ഷനും വളരെയധികം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു കളർ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കറൻ്റ്ലി സിംഗിൾ സീറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് പില്ലൺ സീറ്റ് ഓപ്ഷനിലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സീറ്റിലും ഗോവൻ ക്ലാസിക്കിന് ആ ഒരു ലേബിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ സീറ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ട് തരുന്ന ലോങ് ക്രൂസിങ്ങിനും ലോങ് ജേർണിക്കും പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പിൻഭാഗത്തേക്ക് വരുവാണെങ്കിലും ആ ടിപ്പിക്കൽ റോയൽ എൻഫീൽഡിൻ്റെ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് LED ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. കൂടാതെ LED ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിലും വളരെ നീളത്തിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ട് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ ഒരു എൻഡ് ഭാഗത്തേക്ക് വരുമ്പോൾ സ്ലാഷ് ചെയ്ത രീതിയിലായിട്ടാണ് ആ ഒരു എക്സോസ്റ്റ് നോട്ട് അവസാനിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പൊട്ടലും ചുറ്റലോടും കൂടിയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. അതും എസ്പെഷ്യലി നമ്മൾ നല്ല ഒരു ഹൈവേ ക്രൂസിങ്ങിൽ പോവുകയാണെങ്കിൽ വളരെയധികം എൻജോയ്മെൻറ്റ് തരുന്ന, വളരെയധികം ഒരു ഫണ്ണ് തരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു എക്സോസ്റ്റ് ഡെലിവറിയാണ് ഈ ഒരു വാഹനത്തിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനം ഒരു 80-ന് മുകളിൽ ക്രൂസ് ചെയ്യാൻ ഒരു വാഹനമല്ല. ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 50 to 70 ക്രൂസ് ചെയ്യേണ്ട ഒരു വാഹനമാണ്. അങ്ങനെ ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു മേക്കും ആ ഒരു ക്യാരക്ടറും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ റൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു വാഹനത്തിന്. ആ രീതിയിൽ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ടേണിംഗ് റേഡിയസും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വാഹനങ്ങളിൽ കാണുന്ന സെയിം ഇഷ്യൂസ് ഈ ഒരു വാഹനത്തിനുണ്ട്. മിററിൻ്റെ വൈബ്രേഷൻ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഹാൻഡിൽ വൈബ്രേഷൻ അറിയാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ബ്രാൻഡ് ന്യൂ വാഹനമാണ്. 1800 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഈ ഒരു ഇൻഡിക്കേറ്റർ ഓൾറെഡി അതിൻ്റെ ആ ഒരു കണക്ഷൻ ലൂസായി കിടക്കുകയാണ്. വാഹനം ഓടുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ കാണുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഈ ഒരു വാഹനത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നോർമൽ ക്ലാസിക്കിൽ നിന്നും ഒരു സ്റ്റെപ്പ് എബോവ് റൈഡിംഗ് എക്സ്പീരിയൻസും ഒരു ഫീൽ ഗുഡ് ഫാക്ടറും ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോവൻ ക്ലാസിക് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് പോലും ആ ഒരു ക്ലാസിക് കൾച്ചർ, ഗോവയിലെ ക്ലാസിക് കൾച്ചറിന് ആപ്റ്റാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്.
2,35,000 രൂപയാണ് ഗോവൻ ക്ലാസിക്കിൻ്റെ എക്സ് ഷോറൂം വില എന്ന് പറയുന്നത്. 3 വേരിയൻസിൽ നമുക്ക് 3 കളർ ഓപ്ഷനിലും നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. നിലവിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ക്ലാസിക് 350 എന്ന് വേണമെങ്കിൽ ഈ ഒരു വാഹനത്തിനെ വിശേഷിപ്പിക്കാം. നോർമൽ ക്ലാസിക് 350യെക്കാളും കുറച്ചുകൂടി അഡീഷണൽ എമൗണ്ട് കൊടുക്കണം ഈ ഒരു ഗോവൻ ക്ലാസിക് 350ലേക്ക് വരുമ്പോൾ. അഡീഷണൽ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് വർത്തായിട്ടുള്ള ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ്, ഒരു എർഗണോമിക്സ് പ്ലസ് ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഡിസൈനുമാണ് ഈ ഒരു ഗോവൻ ക്ലാസിക്കിൽ കൊടുത്തിരിക്കുന്നത്. 50 to 70 ആണ് നിങ്ങളുടെ ആ ഒരു സ്വീറ്റ് സ്പോട്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ കുറച്ചുകൂടി റൈഡ് എൻജോയ് ചെയ്തിട്ട് സ്ലോ റൈഡ്സ് ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ആൻഡ് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ക്യാരക്ടറുള്ള, അങ്ങനത്തെ പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു USP മനസ്സിലാവുള്ളൂ. ഐ തിങ്ക് റോയൽ എൻഫീൽഡിൻ്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എനിക്ക് 2 വാഹനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയത്. ഒന്ന് ഗൊറില്ലയും ഒന്ന് ദിസ് ഗോവൻ ക്ലാസിക് 350. ഗോവൻ ക്ലാസിക് 350 എന്ന് പറയുന്നത് വളരെ സമാധാനത്തിൽ പോകുന്ന ഒരു വാഹനമാണ്. ഒരു സമാധാനപ്രിയനായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഗൊറില്ലയിലേക്ക് വരുമ്പോൾ ഒരു ബൊംബാസ്റ്റിക് എഞ്ചിനാണ് ആ ഒരു വാഹനത്തിൽ വരുന്നത്. സോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗോവൻ ക്ലാസിക്കും ഒരു ഗൊറില്ല 450 ആണ്. റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്ത വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വാഹനം അത്രയധികം ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതിൻ്റെ ഒരു റൈഡിംഗ് നേച്ചർ, ഇതിൻ്റെ ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ലോങ് ഹൈവേ ക്രൂസിങ്ങിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും, കൂടാതെ ഈ ഒരു ഉയർന്ന ഹാൻഡിൽ ബാർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലാസിക്കിൽ കിട്ടാത്ത ടൈപ്പ് ഓഫ് ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. വിത്ത് ദാറ്റ് നോട്ട് ഈ വീഡിയോ നമ്മളോട് എൻഡ് ചെയ്യുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.